ഞാൻ ഇതല്ല ഗൈസ് ഉദ്ദേശിച്ചത്. പക്ഷെ കൊള്ളായിരുന്നു കേട്ടോ. എന്താ സംഭവിച്ചതെന്ന് അറിയാൻ വീഡിയോ കാണാണ്ട് പോയത് കേട്ടോ. ഒരു കേക്കിൻ്റെ കഥയാണ്. കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് 2 പാക്കറ്റ് ബർബോണിൻ്റെ ബിസ്ക്കറ്റാണ് കേട്ടോ. പിന്നെ 20 റുപ്പീസിൻ്റെ 2 ഡയറി മിൽക്ക്, പിന്നെ 1/2 ലിറ്റർ പാല്, 1 പാക്കറ്റ് ഈനോ. ഇത്രയേ വേണ്ടൂ. ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ബിസ്ക്കറ്റ് നല്ലോണം കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിലേക്കിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ശേഷം ആവശ്യത്തിന് പാൽ ചേർത്ത് ഒരു കറക്കാൻ എടുക്കുക. ഈ ഒരു മിക്സ് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി അതിലേക്ക് നമ്മൾ 1 പാക്കറ്റ് ഈനോ ചേർത്ത് പിന്നെ മിക്സ് ചെയ്യാൻ ആവശ്യമായിട്ട് കുറച്ച് പാലും ചേർത്ത് ബീറ്റർ ഉപയോഗിച്ച് നല്ലോണം മിക്സ് ചെയ്ത് വെക്കണം. ഒരു പാന് പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളത് സെറ്റ് ചെയ്ത് വയ്ക്കണം കേട്ടോ. അതിനുശേഷം വേറൊരു പാത്രത്തിൽ അല്പം ബട്ടർ നല്ലോണം ചുറ്റും പരട്ടിക്കെടുക്കുക. നിങ്ങളുടെ കയ്യിൽ ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ ബട്ടർ പേപ്പറും വയ്ക്കണം കേട്ടോ. പിന്നെ നമ്മുടെ മിക്സ് അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് 2 മുട്ടും കൊടുക്കുക. പിന്നെ ശേഷം ബേക്ക് ചെയ്യാൻ ഉള്ള മിക്സ് 30 to 40 മിനിറ്റ്സ് നമ്മൾ ലോ ഫ്ലെയിമിൽ ബേക്ക് ചെയ്യാം. ഇടയ്ക്കിടെ ഞാനിങ്ങനെ തുറന്ന് നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഒന്ന് പൊന്തി വന്നപ്പോൾ ഞാൻ വിചാരിച്ചു സെറ്റാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോഴാണ് ഒന്ന് ഡൗൺ ആയ പോലെ. പിന്നെ ഞാൻ ടൂത്ത്പിക്ക് വെച്ച് നോക്കി, അപ്പോൾ സെറ്റായി തോന്നിയപ്പോൾ ഞാനത് ഇറക്കി വെച്ചിട്ടോ. പിന്നെ റൂം ടെമ്പറേച്ചറിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യണം. എനിക്കത് പേഷ്യൻസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ വേറെ തന്നെ കഷ്ടപ്പെട്ടു ഒരു പാത്രത്തിലേക്ക് മാറ്റി. റൂം ടെമ്പറേച്ചറിൽ മാറ്റിയാൽ സെറ്റായിട്ട് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാൻ പറ്റും കേട്ടോ. ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ ചോക്ലേറ്റ് ഡബിൾ ബോയിൽ ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു പാനിൽ വെള്ളം വെച്ച് അതിലേക്ക് നമ്മൾ വേറൊരു പാത്രത്തിൽ നമ്മൾ ചോക്ലേറ്റ് എടുത്ത് മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടോ. പിന്നെ അതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ച് കൊടുത്ത് ഒരു തിക്കാവുന്നവരെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കും. ഇപ്പോൾ സെറ്റായി വന്നിട്ടുണ്ട്. ഈ ചോക്ലേറ്റ് മിക്സ് നമ്മുടെ കേക്കിൻ്റെ ബേസ് ഉണ്ടല്ലോ അതിലേക്കാണ് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത്. പിന്നെ കുറച്ച് അലങ്കാര പണിക്കുമായിട്ട് ഞാൻ ഷുഗർ ബീഡ്സ് ഇട്ട് കൊടുത്ത് സുന്ദരിയാക്കിയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിരുന്നു. നല്ല കാണാനുള്ള ഭംഗിയല്ല കേട്ടോ, പക്ഷേ നല്ല ടേസ്റ്റി ആയിരുന്നു. പിന്നെ ഫ്രിഡ്ജിൽ വെച്ച് കഴിച്ചപ്പോൾ നല്ല സൂപ്പറായിരുന്നു, യമ്മി. ആദ്യത്തെ പരീക്ഷണമായതുകൊണ്ട് കുഴപ്പമില്ല, ഞാൻ നല്ല സെറ്റായിട്ട് വരുമെന്ന് വിചാരിച്ചു. പക്ഷേ എൻ്റെ ക്ഷമക്കേട് കൊണ്ട് ഇങ്ങനെയായി. അപ്പോൾ നിങ്ങളിത് നല്ല ക്ഷമയോടുകൂടെ ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കാൻ മറക്കരുതേ. അപ്പോൾ ശരി, ബൈ ബൈ. മറ്റൊരു വീഡിയോ കാണാം. ലവ് യു.